السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الحمد لله الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 140-ാമത്തെ പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, മുഹസിനുകൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, നമ്മളെ സഹായിച്ചവർ, സ്നേഹിച്ചവർ, ഭക്ഷണം തന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 140-ാം പേജ് പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ഖാലിഖുൽ ഹബ്ബി വൻ നവാ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വമുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ് ذلكم الله فأنا تؤفكون. خالق الإصباح وجعل الليل سكنا والشمس والقمر حسبانا ذلك تقدير العزيز العليم. وهو الذي جعل لكم النجوم لتهتدوا بها في ظلمات البر والبحر قد فصلنا الآيات لقوم يعلمون. وهو الذي أنشأكم من نفس واحدة فمستقر ومستودع قد فصلنا الآيات لقوم يفقهون. وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعي إن في ذلك لآيات لقوم يؤمنون. وجعلوا لله شركاء الجن وخلقهم وخرقوا له بنين وبنات بغير علم سبحانه وتعالى عما يصفون. بديع السماوات والأرض أنى يكون له ولد ولم تكن له صاحبة وخلق كل شيء وهو بكل شيء عليم. صدق الله العلي العظيم. സൂറത്തുൽ അൻആമിലെ 95 മുതൽ 101 വരെയുള്ള 7 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. പരിശുദ്ധ ഖുർആനിലെ 7-ാമത്തെ ജുസ്ഇൽ 140-ാമത്തെ പേജ്. കഴിഞ്ഞ പേജിൽ അവസാനമായി 94-ാം ആയത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നത് പരലോകത്തെക്കുറിച്ചുള്ള വിവരണം, അതുപോലെ മുശ്രിക്കീങ്ങൾക്ക് അവിടെ വെച്ചുണ്ടാകുന്ന ഭീകരമായ അനുഭവങ്ങൾ, ഇതൊക്കെയാണ്. ഇനി 95-ാം ആയത്തിൽ അള്ളാഹുവിന്റെ ആസ്തിക്യത്തിനും അള്ളാഹു ഏകനാണ് എന്നതിനുമുള്ള അനിഷേധ്യങ്ങളായ തെളിവുകളാണ് വിവരിക്കാൻ പോകുന്നത്. മുശ്രിക്കീങ്ങളുടെ നിഷേധത്തിന്റെ കേന്ദ്രബിന്ദു തൗഹീദും പരലോകവുമാണ്. അതാണ് അവർ അടിസ്ഥാനപരമായി നിഷേധിച്ചിരുന്നത്. ഈ സൂറയിലെ ഏറ്റവും പ്രധാനമായ പ്രതിപാദ്യ വിഷയവും അത് രണ്ടും തന്നെയാണ്, തൗഹീദും പരലോകവും. ആ രണ്ടിനും വ്യക്തമായ ചില ദൃഷ്ടാന്തങ്ങളാണ് ഇനിയുള്ള ആയത്തുകളിൽ അള്ളാഹു തആല എണ്ണി പറയുന്നത്. ആദ്യമായി പറയുന്നത് അള്ളാഹു തന്നെയാണ് വിത്തും കുരുവും ഒക്കെ മുളപ്പിക്കുന്നത്, പിളർത്തി മുളപ്പിക്കുന്നത് എന്നാണ്. അള്ളാഹു മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്നിട്ടും എങ്ങനെയാണ് നിങ്ങൾ വഴിതെറ്റുന്നത്? അള്ളാഹുവിനെ ആരാധിക്കാതെ മറ്റു ചിലതിനെ ആരാധിക്കുന്നത്?
ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ എന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്തിന്റെ തുടക്കം. ഗോതമ്പ്, നെല്ല്, മുത്താരി, ചാമ, ഇങ്ങനെ പല ധാന്യങ്ങളെയും, ഈത്തപ്പനക്കുരു, ചക്കയുടെ കുരു, മത്തന്റെ കുരു, ഇങ്ങനെ നമ്മൾ ഭൂമിയിൽ ഇടുന്ന വിത്തായി നമ്മൾ പാകുന്ന പലതും, നമ്മളത് വിത്തായി ഭൂമിയിൽ പാകുകയാണ് ചെയ്യുന്നത്. മുളപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അത് അള്ളാഹുവാണ് ചെയ്യുന്നത്. നിർജീവമായ ഉണങ്ങിയ ആ സാധനങ്ങളിൽ നിന്ന് ജീവനുള്ള വളരുന്ന മുളകൾ പുറത്തു കൊണ്ടുവരുന്നത് ആരാണ്? അള്ളാഹു തന്നെയാണ്. വിത്തിറക്കുന്നതില്, അതേപോലെ തന്നെ മുളച്ചു വരുവാൻ ആവശ്യമായ ഒരുക്കങ്ങൾ ചെയ്യുന്നതിൽ ഒരു പക്ഷേ നമ്മൾ ചില പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ അത് പിളർത്തി മുളപ്പിക്കുന്ന വിഷയത്തിൽ, അങ്ങനെ അത് വളർത്തുന്ന വിഷയത്തിൽ മനുഷ്യനൊരു പങ്കുമില്ലല്ലോ. ഒരു ധാന്യമോ ഒരു കുരുവോ നനവുള്ള ഒരു ഭൂമിയിൽ വീണാൽ ഏതാനും സമയത്തിന് ശേഷം അള്ളാഹു അത് പിളർത്തുകയാണ്. എന്നിട്ട് ആ പിളർപ്പിൽ കൂടി ഒരു മുള മേൽപോട്ട് ഉയരുകയാണ്. ഒരു മുള മേൽപോട്ടും മറ്റൊരു മുള താഴോട്ടും പോകും. താഴോട്ട് പോകുന്നതിന് നമ്മൾ വേര് എന്ന് പറയും, അല്ലേ? മുകളിലോട്ട് വരുന്നതിന് നമ്മൾ തണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ അതിന്റെ മറ്റു ഭാഗങ്ങൾ. സത്യത്തിൽ ഇവിടെ നമ്മൾ ആലോചിക്കണം, ഭൂമിയുടെ ഉൾഭാഗം കട്ടിയുള്ളതാണ്, ഉറപ്പുള്ളതാണ്. നമ്മളൊരു കത്തിയോ അല്ലെങ്കിൽ സൂചിയോ ഉള്ളിലേക്ക് കുത്തിയിറക്കാൻ ചില ഏരിയകളിൽ ശ്രമിച്ചാൽ വരെ പ്രയാസമാണ്. ചിലപ്പോൾ കത്തി വരെ വളഞ്ഞു പോകും, സൂചി വരെ ചിലപ്പോൾ പൊട്ടിപ്പോകും, ഭൂമിയുടെ ഉറപ്പുകൊണ്ട് ചില പ്രദേശങ്ങളിൽ. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ചെടികളുടെ വേരിന്റെ തലകൾ, അല്ലെങ്കിൽ അതുങ്ങൾ പിളർത്തി പൊട്ടി വരുന്ന ആ ഭാഗം എത്ര മാർദ്ദവമാണ്, എത്ര മൃദുലമാണ്, എത്ര മിനുസമുള്ളതാണ്. അതോടുകൂടി ആ വിത്തിൽ നിന്നും അതിൻ്റെ ആ വേരിന്റെ തലകൾ ഭൂമിയുടെ അടിയിലേക്ക് ആഴ്ന്നു പോകുന്നുണ്ട്, മുകളിലേക്ക് മറ്റൊരു ഭാഗം പൊന്തി വരുന്നുമുണ്ട്. അപ്പൊ ഭൂമിയെ പിളർത്തി ഉള്ളിലേക്ക് അത് ആഴ്ന്നു പോകുന്നു. അതേപോലെ തന്നെ ഭൂമിയെ പിളർത്തി അല്ലാഹു തആല അതിന്റെ മൊട്ട് പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇത്ര വലിയ ശക്തി അതിന് നൽകിയത് ആരാണ്? സർവശക്തനായ അള്ളാഹു അല്ലാതെ മറ്റാരാണ്? ഇങ്ങനെയാണ് യാഥാർത്ഥ്യങ്ങൾ എന്നിരിക്കെ അള്ളാഹുവിനെ മാത്രം ഇലാഹായി സ്വീകരിച്ച് അവനെ മാത്രം ആരാധിക്കുക എന്നത് ചെയ്യാതെ മറ്റു വഴികളിലേക്ക് നിങ്ങൾ തിരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അതാണ് അള്ളാഹു തആല ചോദിക്കുന്നത്. ആയത്ത് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ ഫാലിഖുൽ ഹബ്ബി വന്നവ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വമുഖ്രിജുൽ മയ്യിത്തി മിനൽ ഹയ്യ് ദാലികുമുല്ലാഹ് അന്നാ തുഫഖൂൻ. ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു തന്നെയാണ്, ഫാലിഖുൽ ഹബ്ബി, വിത്തുകളെ പിളർക്കുന്നത്, വന്നവ, കുരുക്കളെയും വിത്തുകളെയും പിളർക്കുന്നത് അള്ളാഹു തന്നെയാണ്, തീർച്ച. യുഖ്രിജുൽ ഹയ്യ, ജീവനുള്ളതിനെ അവൻ പുറത്തു കൊണ്ടുവരുന്നു, മിനൽ മയ്യിത്തി, നിർജീവമായതിൽ നിന്ന്, വമുഖ്രിജുൽ മയ്യിത്തി, ജീവൻ ഇല്ലാത്തവയെ അവൻ പുറത്തു കൊണ്ടുവരുന്നു, മിനൽ ഹയ്യി, ജീവനുള്ളവയിൽ നിന്ന്. ഇത് രണ്ടും ചെയ്യുന്നത് അള്ളാഹുവാണ്. ദാലികുമുല്ലാഹു, അവനാണ് അള്ളാഹു. ദാലികുമുല്ലാഹു, അവനാണ് അള്ളാഹു. ഫഅന്നാ തുഫഖൂൻ, എന്നിരിക്കെ സത്യത്തെ വിട്ട് നിങ്ങൾ എങ്ങനെയാണ് വഴിതിരിക്കപ്പെടുന്നത്? അള്ളാഹു മാത്രമാണ് ഇതൊക്കെ ചെയ്യുന്നത്, എന്നിട്ടും നിങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നു. തുഫഖൂൻ എന്ന് പറഞ്ഞാൽ വഴിതിരിക്കപ്പെടുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവന്റെ കൽപ്പനകൾ അനുസരിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട വിഭാഗമാണ് മനുഷ്യൻ. ഭൂമിയിലുള്ളതും മുഴുവനും സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്ന് അള്ളാഹു തആല വേറെ പല സ്ഥലത്തും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ബഖറ പഠിച്ചപ്പോൾ 29 നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർദി ജമീഅ, സർവ്വതും ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായിട്ടാണ് സൃഷ്ടികളുടെ ആഹാരം ഇവിടെ നിക്ഷേപിച്ചത്. സൂറത്ത് ഹൂദിലെ 6 വരുന്നത് പോലെ വമാ മിൻ ദാബത്തിൻ ഇല്ലാ അലൽ അർളി റിസ്ഖുഹാ, എല്ലാറ്റിന്റെയും ഭക്ഷണത്തിന്റെ ഉത്തരവാദിത്വം റബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിനാണ് ഇതൊക്കെ നിങ്ങൾക്ക് മുളപ്പിച്ചു തരുന്നത്. അതേസമയം ഇത് ലഭ്യമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ മനുഷ്യർക്ക് ബാധ്യതയുണ്ട്. അതിനുവേണ്ടി മനുഷ്യൻ യത്നിക്കണം. ഭക്ഷണം മനുഷ്യന്റെ അവിഭാജ്യ ഘടകമാണ്, അല്ലെ? ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് മനുഷ്യന്റെ കടമയാണ്. അഹന്തയോ ധൂർത്തോ ദുർവ്യയമോ അതിക്രമോ ഒന്നും കൂടാതെ വേണം ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കേണ്ടത്. ആ ഭക്ഷണം നൽകിയ ആളെ ഓർക്കാനും അവനെ നന്ദി ചെയ്യാനും മനുഷ്യന്മാർ ബാധ്യസ്ഥരാണ്. ഇങ്ങനെ വിശാലമായി ഇത്തരം ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കണം.
അള്ളാഹുവാണ് നിങ്ങളെ പിളർത്തി തരുമെന്ന് പറയുമ്പോൾ ആ സൗകര്യം ചെയ്തത് അള്ളാഹുവിനെ നമ്മൾ ഓർക്കണം, നന്ദി ചെയ്യണം. ആ നന്ദിയോടുകൂടി ആ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ഓവറാവാതെ, ദൂർത്തില്ലാതെ, എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുന്ന തരത്തിൽ ചൂഷണമില്ലാതെ ഉപയോഗപ്പെടുത്താൻ മനുഷ്യൻ ബാധ്യസ്ഥനാണ്. പരിശുദ്ധ ദീനിന്റെ പ്രമാണങ്ങളായ ഖുർആനിനും സുന്നത്തിനും മറ്റുമൊക്കെ അന്നവും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം ഊന്നിപ്പറയുന്നുണ്ട്. അന്നത്തിന്റെ ഘടകങ്ങളും ഉപാധികളും പലതും അള്ളാഹു സ്വന്തത്തിലേക്ക് ചേർത്തിയാണ് വിവരിച്ചത്. ഇവിടെ നാം കണ്ടതുപോലെ ഇന്നല്ലാഹ ഫാരിഖുൽ ഹബ്ബി വന്നവാ, അള്ളാഹുവാണത് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ സ്വന്തത്തിലേക്ക് ചേർത്തിയിട്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉറപ്പ് പറയുന്നത്. ആവശ്യാനുസരണം മഴ നൽകുന്നു, സസ്യങ്ങളെ മുളപ്പിക്കുന്നു, ഭൂമി പിളർത്തി കൊടുക്കുന്നു, അല്ലെ, കൃഷി ഉണ്ടാക്കുന്നു, വിള സംരക്ഷിക്കുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞിട്ടുണ്ട് തമ്പുരാൻ. ഭൂമിയിലെ വിഭവങ്ങൾ, ഇങ്ങനെ അള്ളാഹുത്തല ഉൽപ്പാദിപ്പിച്ചു തരുന്ന വിഭവങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. സന്തുലിതമായ ലഭ്യതയ്ക്ക് വേണ്ടി മാത്രം അവ മിതമായി ഉപയോഗിക്കണം. നീതിയുക്തമായി മാത്രമേ ഇത്തരം വിഷയത്തെ ഭരണാധികാരികളാവട്ടെ സമൂഹമാവട്ടെ സമീപിക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ രണ്ട് ലോകത്തും മനുഷ്യൻ അതുകൊണ്ട് നാശമാണ് സംഭവിക്കാൻ പോകുന്നത്. അക്രമം കാണിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് ഇത്തരം നിഅമത്തുകളിൽ. അപ്പോ ഇവിടെ അള്ളാഹു മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് അവൻ മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് നമ്മൾ മനസ്സിലാക്കി തരികയാണ്. ഏകനാണ് അവൻ. ഫഅന്നാതുഫക്കുൻ, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ എവിടേക്കാണ് വഴിതിരിക്കപ്പെടുന്നത്? അടുത്ത ആയത്ത് നോക്കൂ, 96-ാമത്തെ ആയത്ത്. ആകാശത്തുള്ള ചില ദൃഷ്ടാന്തങ്ങളാണ് 96-ലും 97-ലും അല്ലാഹു തആല പറയുന്നത്. ഭൂമിയിലെ ദൃഷ്ടാന്തങ്ങളാണ് തൊട്ടു മുമ്പ് പറഞ്ഞത്. ഫാലിഖുൽ ഹബ്ബി വന്നവാ എന്ന് പറഞ്ഞു. ഇനി പറയുന്നത് ആകാശ ഉപരിലോകങ്ങളിലുള്ള ചില ദൃഷ്ടാന്തങ്ങൾ. ലോകമാകമാനം ഇരുൾ മൂടിക്കിടക്കുമ്പോ ആ ഇരുട്ടിനെ ഭേദിച്ച് പ്രകാശത്തെ കൊണ്ടുവരുന്നത് അള്ളാഹുവാണ്, അല്ലേ? രാവിനെ മനുഷ്യനെ വിശ്രമിക്കാനുള്ള സമയമാക്കിയത് അള്ളാഹുവാണ്. അങ്ങനെ വിശ്രമം ലഭിച്ച് പിറ്റേന്ന് പകൽ റാഹത്തായി ഉന്മേഷത്തോടെ ജോലി ചെയ്യാനുള്ള ശക്തി നൽകുന്നത്, അല്ലെങ്കിൽ ആ പകൽ സംവിധാനിച്ചത് അള്ളാഹുവാണ്. മനുഷ്യന് കൊല്ലങ്ങളും മാസങ്ങളും തീയതിയും ഒക്കെ മനസ്സിലാക്കാനും കണ്ടെത്താനും പ്ലാൻ ചെയ്യാനുമുള്ള സൗകര്യത്തിന് വേണ്ടി സൂര്യനെയും ചന്ദ്രനെയും വ്യവസ്ഥാപിതമായി ഉദിപ്പിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതും അള്ളാഹുവാണ്. ഈ സൂര്യനോ ചന്ദ്രനോ മറ്റു നക്ഷത്രാദികളോ ഒന്ന് മറ്റൊന്നിനെ കയ്യേറാതെ, ഒന്നിന്റെ സഞ്ചാരപഥം, ഒന്നിന്റെ ഓർബിറ്റ് മറ്റൊന്ന് കയ്യേറാതെ, പരസ്പരം കൂട്ടിമുട്ടാതെ ഓരോന്നിനും നിശ്ചയിച്ച വഴിയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നതും അള്ളാഹുവിന്റെ കഴിവ് തന്നെയാണ്. അത് അള്ളാഹു നിശ്ചയമനുസരിച്ചാണ് ആ ചലനം നടക്കുന്നത്. നോക്കൂ, 96-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാലിഖുൽ ഇസ്ബാഹി വജഅല അൽ-ലൈല സകനൻ വശംസ വൽ ഖമറ ഹുസ്ബാന ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. അള്ളാഹുവാണ് ഫാലിഖുൽ ഹബ്ബി വന്നവാ എന്ന് പറഞ്ഞില്ലേ? അതിനോട് ചേർത്ത് പറയുന്നു ഫാലിഖുൽ ഇസ്ബാഹി, പ്രഭാതം പിളർത്തിയെടുക്കുന്നതും അവൻ തന്നെയാണ്. പ്രഭാതം പിളർത്തി തരുന്നതും അവനാണ്, അള്ളാഹുവാണ്. വജഅല അൽ-ലൈല, രാത്രിയെ ആക്കിയതും അവനാണ്. സക്കനൻ, വിശ്രമവേള. രാത്രിയെ വിശ്രമവേളയായി സംവിധാനിച്ചതും അള്ളാഹുവാണ്. വശംസ വൽ ഖമറ, ചന്ദ്രനെയും സൂര്യനെയും ഹുസ്ബാന, കണക്കുകൾക്ക് നിദാനമാക്കിയതും അള്ളാഹു തന്നെ. വശംസ, സൂര്യന്, വൽ ഖമറ, ചന്ദ്രനെ, ഹുസ്ബാനൻ, കണക്കുകൾക്ക് നിദാനമാക്കി. നിങ്ങൾക്ക് കണക്ക് നോക്കി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനേ, അങ്ങനെ ഹുസ്ബാനാക്കിയത് അള്ളാഹുവാണ്. അതൊക്കെ തഖ്ദീറുൽ അസീസിൽ അലീം, പ്രതാപശാലിയായ സർവജ്ഞാനിയായ അള്ളാഹുവിന്റെ നിർണയമാണ്. തഖ്ദീർ അള്ളാഹുവിന്റെ നിർണയമാണത്. ഫാലിഖുൽ ഇസ്ബാഹ്, ഇരുട്ടിൽ നിന്ന് പിളർത്തുകയാണ് പ്രഭാതത്തെ. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറയിൽ ഫലഖ് എന്ന പ്രയോഗമുണ്ട്. പ്രഭാതത്തിന്റെ റബ്ബ് എന്നാണ് ഫലഖ് എന്ന് പറഞ്ഞ അർത്ഥം. അപ്പൊ അതിങ്ങനെ പിളർത്തി കൊണ്ടുവരുന്നു എന്നാണ് ഫലഖ്, ഫാലിഖ്. ഫാലിഖുൽ ഹബ്ബി എന്നതിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞില്ല. അതേപോലെ തന്നെ ഫാലിഖുൽ ഇസ്ബാഹ്, പ്രഭാതത്തെ പിളർത്തി കൊണ്ടുവരുന്നവൻ, രാത്രി കയറി മുറിച്ച് വെളിച്ചം കൊണ്ടുവരുന്നവൻ. ഒരു വിത്ത് പിളർത്തി മുളപ്പിക്കുന്ന പോലെ ക്രമേണയാണ് വെളിച്ചം പരക്കുന്നത്, ക്രമേണയാണ് ഇരുട്ട് പറക്കുന്നത്. ഒരു സ്വിച്ചിട്ട പിറക്കുന്നത്, ഒരു സ്വിച്ചിട്ടതുപോലെ പെട്ടെന്നാണ്ട് ഇരുട്ടാവല്ല, പെട്ടെന്നങ്ങോട്ട് പകലാവുകയും അല്ല ചെയ്യുന്നത്, അല്ലേ? ഭൂമിയിലെ രാവും പകലും അങ്ങനെയല്ലേ? ക്രമേണയാണ്. അതിങ്ങനെ പിളർത്തി മുളപ്പിക്കുന്ന പോലെ ക്രമേണയാണ്.
അല്ലൈലു വന്നഹാർ, രാത്രിയും പകലും ഒക്കെ വലിയ ദൃഷ്ടാന്തമാണ്, അനുഗ്രഹമാണ്. രാത്രി ഉറങ്ങാൻ അള്ളാഹു സംവിധാനിച്ചു. വജഅലൽ-ലൈല സക്കനൻ, ഒരു വിശ്രമവേളയായി. പകൽ അധ്വാനിക്കാനുള്ള സമയവും. സൂറത്ത് നബയിൽ പറഞ്ഞതുപോലെ വജഅൽനൽ-ലൈല ലിബാസൻ വജഅൽനൻ-നഹാറ മആശ, രാത്രി നിങ്ങൾക്ക് പുതപ്പ് പോലെ ചുറ്റിപ്പുതച്ച് മൂടിപ്പുതച്ച് ഉറങ്ങി വിശ്രമിക്കാൻ, പകൽ സമയം നിങ്ങൾക്ക് മഈശത്തിന് വേണ്ടി, നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കാൻ അള്ളാഹു സംവിധാനിച്ചു തന്നിരിക്കുന്നു. എപ്പോഴും പകല് അല്ലെങ്കിൽ എപ്പോഴും രാത്രിയാണെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഖസസിൽ ഈ വിഷയം ചോദിക്കുന്നുണ്ട്. 72-ലും 71-ലും 72-ലും ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും അൽ-ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതികും ബിളിയാ അഫലാ തസ്മഊൻ ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കും അൻ-നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതികും ബിലൈലിൻ തസ്കുനൂന ഫീഹാ ഫലാ തുബ്സിറൂൻ. അല്ലേ, അള്ളാഹു നിങ്ങൾക്ക് മുഴുവനും പകലാക്കുകയാണെങ്കിൽ ആരാ നിങ്ങൾക്ക് രാത്രി കൊണ്ടുവരിക? അല്ലെങ്കിൽ മുഴുവനും നിങ്ങൾക്ക് രാത്രിയാക്കുകയാണെങ്കിൽ പകൽ കൊണ്ടുവന്ന് തരുന്നത് ആരാണ്? മുഴുവനും പകലാണെങ്കിൽ മുഴുവൻ രാത്രിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു തആല അങ്ങനെ ആക്കിയില്ല, സംവിധാനിച്ചു തന്നു. രാത്രി നിങ്ങൾ വിശ്രമിച്ചോളൂ, പകൽ നിങ്ങൾ പണിയെടുത്തോളൂ. അതാണ് ഈ ആയത്തിൽ വജഅലൽ-ലൈല സക്കന എന്ന് പറഞ്ഞത്. പകൽ സമയത്ത് അധ്വാനിക്കുന്ന മനുഷ്യന് സ്വൈരമായി വിശ്രമിക്കാൻ ഉതകുന്ന, അല്ല അതിനവനെ നിർബന്ധിതനാക്കുന്ന രാത്രി സംവിധാനിച്ചു. അങ്ങനെ ശാന്തമായി ഉറങ്ങിയതിനു ശേഷം തിരിച്ചു കിട്ടിയ ഉന്മേഷം ഉപയോഗപ്പെടുത്തി വീണ്ടും അധ്വാനിക്കാൻ അടുത്ത പകല് മാറ്റിക്കൊടുക്കുന്നു. ഇതില്ലെങ്കിൽ വലിയ കഷ്ടമായിരിക്കും അവസ്ഥ. മനുഷ്യനെന്ന് വേണ്ട മറ്റെല്ലാ ജീവികൾക്കും അങ്ങനെ തന്നെയാണ്. ഉറക്കമില്ലാതെ ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാവർക്കും നിർബന്ധ ഘടകമാണ് ഉറക്കം. ഒരു ദിവസം ഉറങ്ങിയില്ലേ നമുക്ക് അടുത്ത ദിവസം ക്ഷീണം അറിയാല്ലേ? 1-2 ദിവസം തുടർച്ചയായി ഉറക്കമൊഴിച്ചാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ്. ഈ ഒരു നിയമത്തിന് നമ്മൾ അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ കടപ്പെട്ടവരാണ്. ഉറക്കം സംവിധാനിച്ചു തന്നതിന് അത് ഉപയോഗപ്പെടുത്തുമാണ് ശരിക്കും. അള്ളാഹു നമ്മളെ ഉറക്കത്തിന് തയ്യാറെടുത്തത് അല്ലെങ്കിൽ തയ്യാറാക്കി തന്നത് രാത്രിയാണ്. തയ്യാർ ചെയ്തു തന്നത് രാത്രിയാണ്. നമ്മുടെ സൃഷ്ടിപ്പും അങ്ങനെ തന്നെയാണ്. അതായത് ഉറക്കം വരാൻ സഹായിക്കുന്ന മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇരുട്ട് വന്ന് തുടങ്ങുമ്പോഴാണ് എന്നാണ്. അതുകൊണ്ടാണ് പല ആളുകൾക്കും ലൈറ്റ് ഇട്ടാൽ ഉറങ്ങാൻ കഴിയാത്തത്. ഇരുട്ടാണ് ഉറക്കത്തെ സഹായിക്കുന്നത്. അർദ്ധരാത്രിക്ക് മുമ്പ് ഉറങ്ങുന്നതാണ് ശരിക്കും ഗാഢമായ ഉറക്കം. അതുകൊണ്ടാണ് ഹദീസിലും മറ്റുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമൊക്കെ ഇശാക്ക് ശേഷം വേഗം ഉറങ്ങാൻ ശ്രമിക്കണം എന്ന് പറയുന്നത്. വൈകി ഉറങ്ങുക എന്നത് ഒരിക്കലും ഗുണകരം അല്ല. വൈകി എണീക്കുക എന്നതും ഗുണകരമല്ല. നേരത്തെ ഉറങ്ങിയാൽ മതി. പല ആളുകളും വലിയ അഭിമാനമായി പറയാറുണ്ട്, ഞാൻ ഇത്ര മണിക്കാണ് ഉറങ്ങിയത്, 1 മണിക്കാണ് 2 മണിക്കാണ് ഉറങ്ങിയത്. അതൊന്നും വലിയ മേന്മയുള്ള കാര്യമൊന്നുമല്ല. മനുഷ്യനാണെങ്കിൽ നേരത്തെ ഉറങ്ങണം. ആരോഗ്യത്തിന്, ശരീരത്തിന്റെ ശരിയായ വിശ്രമം ലഭിക്കാൻ അതാണ് ആവശ്യം. ആട്ടെ, ആയത്തിന്റെ അടുത്ത ഭാഗം എന്താണ്? വശംസ വൽ ഖമറ ഹുസ്ബാനൻ, ജനങ്ങൾക്ക് ജീവിത ഏർപ്പാടുകളിൽ കണക്ക് നോക്കാനും കാലനിർണ്ണയം നടത്താനും ചന്ദ്രനെയും സൂര്യനെയും അല്ലാഹു തആല സംവിധാനിച്ചു. അല്ല, പല കാര്യങ്ങൾക്കും നമ്മൾ മാസപ്പിറവിയാണ് നോക്കാറ്. ഡേറ്റുകൾ പലതും തീരുമാനിക്കാൻ നമ്മൾ സൂര്യവർഷ കലണ്ടറാണ് ഉപയോഗിക്കുന്നത്. ദീനുമായി ബന്ധപ്പെട്ട പല ആചാരങ്ങളും, നോമ്പ്, പെരുന്നാള്, തലാഖ്, ഇദ്ദ, ഹജ്ജ് തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ ചന്ദ്രന്റെ പിറവി അനുസരിച്ചാണ് തീരുമാനിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ കറക്കത്തിനനുസരിച്ചാണ് ദിവസങ്ങളും മാസങ്ങളും കൊല്ലങ്ങളും ഒക്കെ കണക്കാക്കപ്പെടുന്നത്. ഭൂമി സ്വയം ശക്തമായി കറങ്ങുന്നുണ്ട് അല്ലെ? 24 മണിക്കൂറാണ് ഒരു കറക്കം. 1670 km/h, 465 m/s. അതോടൊപ്പം തന്നെ അതിനേക്കാൾ ശക്തമായി സൂര്യനെ ചുറ്റുന്നുമുണ്ട്. 365 ദിവസം ആണ് ഒരു ചുറ്റ്, അതായത് ഒരു വർഷം. ആ ചുറ്റിന്റെ സ്പീഡ് 1,80,000 km/h ആണ്. 30 km/s. സയൻസ് കണക്ക് കൂട്ടിയത് അങ്ങനെയാണ്. വശംസ വൽ ഖമറ ഹുസ്ബാന, സൂര്യന്റെയും ചന്ദ്രന്റെയും സഞ്ചാരമാണ് ഇങ്ങനെ കണക്കുകൾ നിശ്ചയിക്കാൻ. ഹുസ്ബാൻ എന്ന് പറഞ്ഞാൽ അതാണ് കണക്ക് നോക്കാൻ, കണക്ക് നിശ്ചയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്, നിങ്ങളെ സഹായിക്കുന്നത്. സൂര്യൻ, പരിശുദ്ധ ഖുർആനിൽ പലയിടത്തും സൂര്യനെ കുറിച്ച് വിളക്ക് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്, സിറാജ്. ചന്ദ്രനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സൂറത്ത് നൂറിൽ 16 വജഅലൽ ഖമറ ഫീഹിന്ന നൂറൻ വജഅല അശംസ സിറാജ, സൂര്യനെ വിളക്കാക്കി ചന്ദ്രനെ പ്രകാശമാക്കി എന്നാണ് പറഞ്ഞത്.
ഒരുപാട് ആയത്തുകളിൽ അങ്ങനെയാണ് കാണുന്നത്. സൂറത്ത് യൂനുസിൽ 5 അങ്ങനെ തന്നെയുണ്ട്. ഹുവല്ലദീ ജഅല അശ്-ശംസ ളിയാഅൻ വൽ ഖമറ നൂറൻ. ഇവിടെ ചന്ദ്രന്റെ വെളിച്ചം പ്രതിബിംബം മാത്രമാണ് എന്ന് മനസ്സിലാക്കി തരാനാണ് ഈ പ്രയോഗം. സൂര്യനാണ് സത്യത്തിൽ വെളിച്ചം കൊടുക്കുന്നത്, അതുകൊണ്ടാണ് അതിന് വിളക്ക് എന്ന് പറയുന്നത്. ചന്ദ്രന്റെ ഒരു പ്രകാശം പ്രതിബിംബമായി കിട്ടുന്ന പ്രകാശം മാത്രമാണ്. ഏതെങ്കിലും ഇന്ധനം ഉപയോഗിച്ച് കത്തിജ്വലിച്ച് വെളിച്ചം തരുന്ന വസ്തുക്കൾക്കാണല്ലോ നമ്മൾ വിളക്ക് എന്ന് പറയാം. സൂര്യനിലെ ഹൈഡ്രജൻ ജ്വലിച്ചാണ് അത് ചൂടും വെളിച്ചവും പുറത്തു വിടുന്നത്. 90% ഹൈഡ്രജനാണ് സൂര്യനിൽ, 8% ഹീലിയം, പിന്നെ ബാക്കി മറ്റത്. ചന്ദ്രൻ ഇത്തരത്തിൽ ജ്വലിക്കുന്നില്ല, അത് സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതായത് ചന്ദ്രന്റെ വെളിച്ചം പ്രതിബിംബം മാത്രമാണ്. അതുകൊണ്ടാണ് നൂറൻ എന്ന് പലയിടത്തും ഉപയോഗിച്ചത്, സിറാജ് എന്ന് ഉപയോഗിക്കാതെ. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്, 97-ാമത്തെ ആയത്ത്. ഇനി അല്ലാഹു തആല പറയുന്നത് നക്ഷത്രങ്ങളെ കുറിച്ചാണ്. നക്ഷത്രങ്ങളുടെ ദൃഷ്ടാന്തങ്ങൾ. കരയിലും കടലിലും ഉണ്ടാകുന്ന ഇരുട്ടുകളിൽപ്പെട്ട് മനുഷ്യൻ വിഷമിക്കാതിരിക്കാനായി നക്ഷത്രങ്ങളെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നതും സംവിധാനിച്ചു തന്നതും അള്ളാഹു തന്നെ. അതാണ് ഇനി പറയാൻ. പണ്ട് കാലങ്ങളിലൊക്കെ മനുഷ്യൻ കടലിൽ യാത്ര ചെയ്തിരുന്നത് പായക്കപ്പലുകൾ ഉപയോഗിച്ചാണ്. നീണ്ടുപരന്ന് കിടക്കുന്ന മരുഭൂമികളിൽ സഞ്ചരിച്ചിരുന്നത് മരുക്കപ്പലുകൾ എന്ന് പറയുന്ന ഒട്ടകങ്ങൾ ഉപയോഗിച്ചാണ്. ഈ യാത്രകളിൽ രാത്രിയാകുന്ന സമയത്ത് നക്ഷത്രങ്ങൾ നോക്കിയാണ് അവർ ദിശകൾ മനസ്സിലാക്കിയിരുന്നത്. ഇന്നും നക്ഷത്രങ്ങൾ ഉപയോഗിച്ച് വഴികൾ തിരിച്ചറിയാനും ഭാഗങ്ങൾ തിരിച്ചറിയാനും ഒക്കെ കഴിയും. കടലിന്റെ കരകളിൽ ഇന്നും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റ് ഹൗസുകളൊക്കെ അതിന് പിന്നിലും ശരിക്കും ഈ ഒരു കാര്യമാണ്, ഈ ഒരു ബേസിക് റോളാണുള്ളത്. അള്ളാഹുവിന്റെ അസ്തിത്വവും അവൻ ഏകനാണ് എന്ന വിഷയം ഉൾക്കൊള്ളാൻ സത്യസന്ധമായി ചിന്തിക്കുന്ന ആളുകൾക്ക്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ ധാരാളം തെളിവുകളുണ്ട്. നോക്കൂ, 97-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവല്ലദീ ജഅല ലക്കുമുൻ നജൂമ ലിതഹ്തദൂ ബിഹാ ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ ഖദ് ഫസ്സൽനൽ ആയാതി ലിഖൗമിൻ യഅലമൂൻ. വഹുവല്ലദീ, അല്ലാഹു തന്നെയാണ്, ജഅല ലക്കുമുൻ നജൂമ, നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ സംവിധാനിച്ചു തന്നത്. എന്തിന്? ലിതഹ്തദൂ ബിഹാ, ആ നക്ഷത്രങ്ങൾ മൂലം നിങ്ങൾ വഴിയറിയേണ്ടതിന്. ഫീ ദുലുമാത്തിൽ ബർരി, കരയിലെ ഇരുട്ടുകളിൽ, വൽ ബഹരി, കടലിലെയും. അപ്പൊ കരയിലെയും കടലിലെയും ഇരുട്ടുകളിൽ വഴിയറിയേണ്ടതിന് നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ സംവിധാനിച്ചു തന്നതും അല്ലാഹുവാണ്. അത് ഫസ്സൽനൽ ആയാതി, നമ്മളിതാ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തരുന്നു. ലിഖൗമിൻ യഅലമൂൻ, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി. അവർക്കിപ്പോൾ അതൊക്കെ കാര്യമുള്ളൂ. അപ്പൊ കാര്യങ്ങൾ മനസ്സിലാക്കാൻ റെഡിയായിട്ടുള്ള ആളുകളുണ്ട്, അവർക്ക് വേണ്ടി ഇതാ നമ്മൾ ആയാത്തുകൾ ഫസ്സൽന, നമ്മൾ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അല്ല, ഇതാണ് നക്ഷത്രങ്ങൾ അല്ലാതെ പടക്കാൻ കാരണം. ഇന്ന് ചില ആളുകൾ നക്ഷത്രങ്ങളുടെ പിന്നാലെയാണ്. നക്ഷത്രവാരഫലം, അല്ലേ, അതിന് കുറെ ചാനലുകൾ, കുറെ സൈറ്റുകൾ, കുറെ പത്രങ്ങൾ, ഓൺലൈൻ കൺസൾട്ടേഷനുകളൊക്കെ ഉണ്ട്. ജ്യോതിഷം, മറ്റു കാര്യങ്ങളൊക്കെ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാർക്ക് അത് പറ്റില്ല. നമ്മൾ അത്തരം ആളുകളെ സമീപിക്കുന്നത്, അത്തരം കാര്യങ്ങൾ മുഴുകുന്നത് ഒഴിവാക്കിയേ പറ്റൂ. സത്യവിശ്വാസികൾക്ക് ചേർന്നതല്ല. ഇനി നമ്മൾ 98-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. പ്രപഞ്ചത്തിലെ ചില ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹു ഇതുവരെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി സ്വന്തം ശരീരങ്ങളിലുള്ള തെളിവുകളെ കുറിച്ച് നമ്മൾ ഉണർത്തുകയാണ്. ഒരേ ഒരു വ്യക്തിയിൽ നിന്ന്, അതായത് മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എല്ലാ മനുഷ്യരും. എന്നിട്ട് ഓരോ മനുഷ്യരുടെയും ജീവിതത്തെ അല്ലാഹു തആല പല ഘട്ടങ്ങളാക്കി വേർതിരിച്ചു. ഒരേ മനുഷ്യരിൽ നിന്നുണ്ടായതാണ്, എന്നിട്ട് പോലും ഓരോരുത്തർക്കും വ്യത്യസ്ത ഘട്ടങ്ങൾ, വ്യത്യസ്ത സ്വഭാവങ്ങൾ, വ്യത്യസ്ത രീതികൾ അല്ലാഹു തആല ഒക്കെ വേറെ വേറെയാണ്. ആളുകൾ എന്താ പറയാ, അത് മനുഷ്യന്റെ പ്രകൃതിയാണ്, സ്വതവേ അങ്ങനെയാണ്, അങ്ങനെ ആയതാണ്. അങ്ങനെ ആർക്കും പറയാൻ കഴിയില്ല. അങ്ങനെ ഒഴുക്കമട്ടിൽ പറയാൻ കഴിയുന്ന വിഷയമാണ് ഇത്. കാരണം അത് സ്വതവേ അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ അത് മനുഷ്യന്റെ പ്രകൃതിയാണെങ്കിൽ എല്ലാവരും ഒരേ തരക്കാരാവണ്ടേ, എല്ലാവരും ഒരേ സ്വഭാവക്കാരാവണ്ടേ? അങ്ങനെയല്ലല്ലോ. അതുകൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യുന്ന അള്ളാഹുവാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ശരിയായ ചിന്തിക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ധാരാളം തെളിവുകൾ ഇതിലുണ്ട്. ഒരേ ഒരു വ്യക്തിയിൽ നിന്ന് സൃഷ്ടിച്ചു, പക്ഷെ വ്യത്യസ്ത കോലങ്ങൾ, വ്യത്യസ്ത സ്വഭാവങ്ങൾ, വ്യത്യസ്ത നിറങ്ങൾ, വ്യത്യസ്ത ശരീരഘടനകൾ, അല്ലേ? ഓരോ മനുഷ്യന്റെ ഓരോ നാട്ടിലെ മനുഷ്യനെ കുറിച്ച് ആലോചിച്ചു.
ഇത് അള്ളാഹു സംവിധാനിച്ചതാണ്, സ്വയം ഉണ്ടായതല്ല. അള്ളാഹുവാണ് ഇതെല്ലാം സംവിധാനിച്ചത്. ഇഷ്ടമുള്ളത് ചെയ്യാൻ കഴിയുന്ന റബ്ബ്. അതാണ് 98-ൽ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وهو الذي أنشأكم من نفس واحدة فمستقر ومستودع قد فصلنا الآيات لقوم يفقهون. وهو الذي الله الذي ഒരുവനാണ് അൻഷഅക്കും നിങ്ങളവൻ പടച്ചു, നിങ്ങളവൻ സൃഷ്ടിച്ചു, മിൻ നഫ്സിൻ വാഹിദത്തിൻ ഒരൊറ്റ ശരീരത്തിൽ നിന്ന്, ഒരൊറ്റ വ്യക്തിയിൽ നിന്ന്, ഒരേ ഒരു വ്യക്തിയിൽ നിന്നാണ് അവൻ നിങ്ങളെ പടച്ചത്. എന്നിട്ട് ഫമുസ്തഖറുൻ അങ്ങനെ അവൻ നിങ്ങൾക്ക് പാർപ്പിടം ആക്കി തന്നു, വമുസ്തൗദഉൻ സൂക്ഷിപ്പ് സ്ഥലവുമാക്കി തന്നു. ഫമുസ്തഖറുൻ വമുസ്തൗദഉൻ പിന്നീട് നിങ്ങൾക്ക് ഓരോ സ്ഥിരസങ്കേതമാക്കി തന്നു, വമുസ്തൗദഉൻ താവളവുമാക്കി തന്നു. നമുക്ക് വിശദീകരിക്കാം. അത് ഫസ്സൽനൽ ആയാതി തീർച്ചയായും നമ്മൾ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തന്നിട്ടുണ്ട്. യഖൗമി യഫ്ഖഹൂൻ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക്, ചിന്തിച്ച് മനസ്സിലാക്കുന്ന ജനതക്ക് നമ്മൾ ദൃഷ്ടാന്തങ്ങൾ വിവരിച്ചു തന്നിട്ടുണ്ട്. യഫ്ഖഹൂൻ എന്ന് പറഞ്ഞാൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നു. ഫമുസ്തഖറുൻ വമുസ്തൗദഉൻ പാർപ്പിടം അല്ലെങ്കിൽ തങ്ങുന്ന സ്ഥാനം. മുസ്തഖർ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് മുഫസ്സിരീങ്ങൾ പല അഭിപ്രായക്കാരും ആണ്. നമ്മൾ മനസ്സിലാക്കുക, അവിടെ മുസ്തഖർ എന്ന് പറഞ്ഞത് പാർപ്പിടം അല്ലെങ്കിൽ തങ്ങുന്ന സ്ഥാനം എന്ന് പറഞ്ഞത് പിതാവിന്റെ മുതുക് അല്ലെങ്കിൽ ഭൂമിയിലെ നമ്മുടെ പാർപ്പിടം, ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളാണ്. അതുപോലെ തന്നെ മുസ്തൗദ സൂക്ഷിപ്പ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഉമ്മാന്റെ ഗർഭാശയം എന്നർത്ഥമുണ്ട്. അതല്ല ഖബർ എന്നും അർത്ഥമുണ്ട്. അപ്പൊ നമ്മളെ ഒരൊറ്റ വ്യക്തിയിൽ നിന്ന് പടച്ച് നമുക്ക് ഇങ്ങനെയുള്ള മുസ്തഖറും മുസ്തൗദും സംവിധാനിച്ചു തന്നതും ആരാണ്? അല്ലാഹുവാണ്. അപ്പൊ ഈ വ്യാഖ്യാനങ്ങൾ പ്രകാരം ഈ പറഞ്ഞതിന്റെ ആശയം എന്തായിരിക്കും? ബീജം മാതാപിതാക്കളുടെ മുതുകിൽ കുറെ കാലം തങ്ങി നിൽക്കുകയും പിന്നീട് അത് മാതാവിന്റെ ഗർഭാശയത്തിൽ നിക്ഷേപിക്കപ്പെടുകയും പിന്നീട് അവിടെ വെച്ച് ചില മാറ്റങ്ങൾ തരണം ചെയ്ത്, ചില ഘട്ടങ്ങൾ തരണം ചെയ്ത് മനുഷ്യരൂപം കൊണ്ട് പുറത്തു വരികയുമാണല്ലോ ചെയ്യുന്നത്. ഇതിനെപ്പറ്റിയാണ് തങ്ങുന്ന ഇടവും സൂക്ഷിക്കുന്ന ഇടവും മുസ്തഖർ എന്നും മുസ്തൗദ എന്നും പറഞ്ഞത്. അപ്പോ ഉപ്പാന്റെ മുതുക് അത് മുസ്തഖറായി നമ്മൾ അവിടെ കുറെ കാലം അവിടെ ഉണ്ടായിരുന്നു, സൂക്ഷിച്ചിട്ട് അവിടെ അള്ളാഹുത്തല തങ്ങി അവിടെ നമ്മൾ തങ്ങി വെച്ചിട്ടായിരുന്നു. പിന്നെ നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിലേക്ക് സൂക്ഷിപ്പ് സ്ഥലമായ ആ മുസ്തൗദയിലേക്ക് നമ്മൾ മാറി അല്ലെ. അതേപോലെ തന്നെ പിന്നെ നമുക്ക് ഭൂമിയിൽ പാർപ്പിടമായി. ജനനം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് ഭൂമിയിൽ പാർപ്പിടമുണ്ട്. രണ്ടാമത്തെ വ്യാഖ്യാന പ്രകാരം മുസ്തഖറിന് പാർപ്പിടം എന്നുള്ളതാണ് അർത്ഥം പറഞ്ഞത്. അത് നമ്മൾ ഭൂമിയിലെ പാർപ്പിടമാണത്. പിന്നെ നമ്മൾ ആയുഷ് തീർന്ന് മരണപ്പെടുന്ന സമയത്ത് ഖബർ എന്ന മറ്റൊരു സൂക്ഷിപ്പ് സ്ഥലം മുസ്തൗദയും നമുക്കുണ്ട്. അതാണ് രണ്ടാമത്തെ അഭിപ്രായ പ്രകാരം. ഖബർ എന്ന് മുസ്തൗദാൻ എന്നതിന് ഖബർ എന്ന അർത്ഥമുണ്ട് നമ്മൾ പറഞ്ഞല്ലോ. മുഫസ്സിരീങ്ങൾ അങ്ങനെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അതായത് നമ്മൾ ജനിച്ചു കഴിഞ്ഞ ശേഷം ഭൂമിയിൽ നമുക്ക് പാർപ്പിടമുണ്ട്. അപ്പൊ മുസ്തഖറുൻ എന്ന് പറഞ്ഞാൽ അതാണ്. ആയുസ് തീർന്ന് മരണപ്പെടുമ്പോൾ പിന്നെ ഖബർ എന്ന മറ്റൊരു സൂക്ഷിപ്പ് സ്ഥലത്തേക്ക് നമ്മൾ നീങ്ങുന്നു. അപ്പൊ ആ നിലക്ക് അതിനും മുസ്തഖർ മുസ്തൗദ എന്ന് പറയാം. ആദ്യം പറഞ്ഞ അഭിപ്രായ പ്രകാരം ഉപ്പാന്റെ മുതുകിന് മുസ്തഖർ എന്ന് പറയാം, ഉമ്മാന്റെ ഗർഭാശയത്തിന് മുസ്തൗദ എന്ന് പറയാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, സൂര്യചന്ദ്ര നക്ഷത്രാദികളുടെ കാര്യം പറഞ്ഞ 97-ാം ആയത്തിന്റെ അവസാനം അത് ഫസ്സലിന്റെ ആയത്തിൽ ഖൗമി യഅലമൂൻ എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. അറിയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് അവിടെ ദൃഷ്ടാന്തങ്ങളുണ്ട്. എന്നാൽ ഇവിടെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞ 98-ാമത്തെ ആയത്തിൽ അവസാനം എന്താ പറഞ്ഞത്? അത് ഫസ്സലിന്റെ ആയത്തിൽ ഖൗമി യഫ്ഖഹൂൻ ചിന്തിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് നമ്മൾ ആയാത്തുകൾ വിശദീകരിച്ചു തരുന്നു. ഇത് ശ്രദ്ധേയമായ പരാമർശമാണ്. കാരണം മനുഷ്യന്റെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സാമാന്യമായി ചിന്തിച്ചാൽ എല്ലാവർക്കും പിടുത്തം കിട്ടാത്ത വിഷയമാണത്. കാരണം ബീജത്തിന്റെയും അണ്ഡത്തിന്റെയും സങ്കലനം, ഗർഭധാരണം, ഭ്രൂണ വളർച്ച, ഗർഭശിശുവിന്റെ ഭക്ഷണം, പ്രസവം, പിന്നെ ജനിച്ചതിന് ശേഷമുള്ള ഒരുപാട് അത്ഭുതകരമായ കാര്യങ്ങൾ, ഇത് ഏത് സാധാരണക്കാരനും പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലാക്കാനോ ചിന്തിക്കാനോ ചിലപ്പോൾ കഴിഞ്ഞോളണമെന്നില്ല. കുറച്ചൊക്കെ പഠിച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് യഫ്ഖഹൂൻ എന്ന അല്ലാഹു. പക്ഷേ സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും കാര്യം, അതിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, അതിന്റെ ഉദയങ്ങൾ, അസ്തമയങ്ങൾ, ഇതൊക്കെ എല്ലാവർക്കും പ്രത്യക്ഷത്തിൽ തന്നെ കാണാൻ കഴിയുന്ന വിഷയങ്ങളാണ്. കണ്ണും കാതുമുള്ള ആർക്കും അത് കാണാനും നോക്കാനും അനുഭവിക്കാനും കഴിയുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് അവിടെ യഅലമൂൻ എന്ന് പറഞ്ഞത്. മറ്റേ രണ്ടാമത്തെ അടുത്ത് യഫ്ഖഹൂൻ എന്ന് പറഞ്ഞത്
രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ചിന്തോദ്ദീപകമാണ് പരിശുദ്ധ ഖുർആന്റെ പ്രയോഗം. ഇനി നമ്മൾ 99-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. മനുഷ്യന്റെ ജീവിതത്തിന് വളരെ അത്യാവശ്യമുള്ള ഘടകമാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ. അത് ആ ഭക്ഷണ പദാർത്ഥങ്ങൾ സൃഷ്ടിച്ചു തന്നതിലെ ദൃഷ്ടാന്തങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് ഇനി അള്ളാഹു തആല. അതോടൊപ്പം അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം ഓർമ്മപ്പെടുത്തുക കൂടി ചെയ്യും. ആകാശത്ത് നിന്ന് മഴവെള്ളം ഇറക്കി വിവിധ തരത്തിലുള്ള സസ്യങ്ങൾ മുളപ്പിച്ച് അതിനൊക്കെ പച്ചച്ചെടികളായി വളർത്തുകയും അതിൽ നിന്ന് ആഹാര വസ്തുക്കൾ അതായത് ധാന്യ ഉൽപ്പന്നങ്ങൾ സമൃദ്ധമായി നൽകുകയും ചെയ്യുന്നതും അള്ളാഹുവാണ്. അതും വലിയ ദൃഷ്ടാന്തമാണ്. ഇങ്ങനൊക്കെ ആയിട്ട് പിന്നെന്താ നിങ്ങൾ അള്ളാഹുവിന് വിട്ട് മറ്റു ചില വസ്തുക്കൾ ആരാധിക്കുന്നത്? ഭക്ഷണ പദാർത്ഥങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് പഴങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു തആല പറയുന്നുണ്ട് അടുത്ത ആയത്തിൽ. പഴം എല്ലാവർക്കും പരിചയമുള്ളൊരു വസ്തുവാണ്, ഫ്രൂട്ട്സ് എന്ന് നമ്മൾ പറയും. ആ പഴം കായ്ക്കുന്ന വൃക്ഷത്തിന്റെ അവസ്ഥകളും അതിന്റെ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങളും അതിനുണ്ടാവുന്ന പരിവർത്തനങ്ങളും ചിന്തിച്ചു നോക്കാൻ അള്ളാഹു തആല അടുത്ത ആയത്തിൽ മനുഷ്യനെ ഉപദേശിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഉണങ്ങി വരണ്ട ഭൂമി, ആ ഭൂമിയിൽ കിടക്കുന്ന വിത്തുകൾ മുളപ്പിക്കാൻ അള്ളാഹു തആല മഴ വർഷിക്കുന്നു. മഴ തട്ടുമ്പോഴേക്കും ആ വിത്ത് പിളർന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് നേരിയ ഇലകൾ പുറത്തേക്ക് വരുന്നു. പിന്നെ അത് കൂടെ ക്രമേണ വികസിക്കുന്നു. ചില്ലകളും കൊമ്പുകളും ഉണ്ടായി മാറുന്നു. ആ ഇലകളും കൊമ്പുകളും ഒക്കെ എവിടെ നിന്നാ വന്നത്? ആരാണത് ഉണ്ടാക്കിയത്? ആ വിത്ത് നമ്മൾ ഭൂമിയിലിടുമ്പോൾ അതിലിതൊന്നും ഉണ്ടായിരുന്നില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണല്ലോ. അങ്ങനെ അത് വളർന്നു വന്ന് കുറെ കഴിയുമ്പോൾ ആ വൃക്ഷത്തിൽ ഫലമുണ്ടാകുന്നു. കായ്ക്കുന്നതിന് മുമ്പ് ആ വൃക്ഷത്തിന്റെ ഏതു ഭാഗത്താണ് ആ ഫലമുണ്ടായിരുന്നത്? ഇപ്പോൾ എവിടെ നിന്നാണ് അത് പെട്ടെന്ന് പുറത്തു വന്നത്? പടിപടിയായി ആ പഴം വളർന്ന് മൂപ്പെത്തി പഴുത്താൽ അതിന്റെ നിറം മാറുന്നു, മണം മാറുന്നു, രുചി മാറുന്നു. സുബ്ഹാനല്ലാഹ്, ആരാണ് ഇതൊക്കെ സംവിധാനിക്കുന്നത്? താനങ്ങോട്ട് ഉണ്ടാവണോ? ഈത്തപ്പനകൾ കുലയിടുന്നു. ആ ഈത്തപ്പനയുടെ കതിർപ്പുകൾ തുരുതുരെ അല്ലെങ്കിൽ കതിരുകൾ തുരുതുരെ തിങ്ങിത്തൂങ്ങി നിൽക്കുന്നു. മുന്തിരിത്തോട്ടങ്ങളുണ്ട്, ഒലീവ് വൃക്ഷങ്ങളുണ്ട്, മാതളച്ചെടികളുണ്ട്, എല്ലാം ഉണ്ടാകുന്നു. പലതിൻ്റെയും ആകൃതിയും സ്വഭാവവും രുചിയും ഗുണവും വർണ്ണവും തുടങ്ങി ചിലതൊക്കെ ഒരുപോലെ തോന്നുമെങ്കിലും ചിലത് വ്യത്യസ്തങ്ങളായിരിക്കും. ചിലത് കാണാൻ ഷേപ്പിൽ ഒരുപോലെയാണെങ്കിലും ടേസ്റ്റ് വ്യത്യസ്തമായിരിക്കും. ഫലം കായ്ക്കുന്ന സമയത്ത് ആദ്യം പിഞ്ചും ചള്ളുമായിരിക്കും, പിന്നെ അത് പഴുത്തു മൂത്ത് പാകമാകുകയാണ്. സുബ്ഹാനല്ലാഹ്, ആരാണ് ഇതൊക്കെ ഇങ്ങനെ സംവിധാനിക്കുന്നത്? ആറ്റ് നോക്കൂ, വളരെ രസകരമായ നമ്മളൊക്കെ ചിന്തിക്കേണ്ട ചിന്തോദ്ദീപകമായ വിശദമായി പറയുന്ന ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ്നാ ബിഹി നബാത കുല്ലി ഷൈ ഫഅഖ്റജ്നാ മിൻഹു ഖളിറൻ നുഖ്രിജു മിൻഹു ഹബ്ബൻ മുതറാകിബ വമിനൻ നഖ്ലി മിൻ طلعها قنوان دانية وجنات من عناب والزيتون والرمان مشتبها وغير متشابه انظروا إلى ثمره إذا أثمر وينعي إن في ذلك لآيات لقوم يؤمنون. وهو الذي الله തന്നെയാണ് അൻസല ഇറക്കിയത് മിനസ്സമായി ആകാശത്തിൽ നിന്ന് മാഅൻ വെള്ളം, മഴ പെയ്യിച്ച് വെള്ളം ഇറക്കി. എന്നിട്ട് വഖറജ്നാ ബിഹി ആ മഴവെള്ളം മൂലം അവൻ പുറത്തു കൊണ്ടുവരുന്നു നബാത കുല്ലി ഷൈഇൻ എല്ലാ വസ്തുക്കളുടെയും മുളകളെ അവൻ പുറത്തു കൊണ്ടുവരുന്നു. എന്നിട്ട് ഫഅഖ്റജ്നാ മിൻഹു ആ മുളകളിൽ നിന്ന് നാം പുറത്തു കൊണ്ടുവരുന്നു ഖളിറൻ പച്ചച്ചെടികൾ, അല്ല ഇലകളും ശാഖകളുമുള്ള പച്ചച്ചെടികൾ. ഖളിറൻ എന്ന് പറഞ്ഞാൽ പച്ചച്ചെടികൾ നാം പുറത്തേക്ക് കൊണ്ടുവരുന്നു. നുഖ്രിജു മിൻഹു അതിൽ നിന്ന് പിന്നീട് നാം പുറത്തു കൊണ്ടുവരുന്നു ഹബ്ബൻ മുതറാകിബൻ ഇടതൂർന്ന് തിങ്ങിയ ധാന്യമണികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഹബ്ബൻ എന്ന് പറഞ്ഞാൽ ധാന്യമണികൾ, മുതറാകിബൻ എന്ന് പറഞ്ഞാൽ ഇടതൂർന്ന് തിങ്ങിയ വിത്തുകളൊക്കെ മുളച്ചാൽ നല്ല ഇടതൂർന്ന് തിങ്ങിയ ധാന്യമണികൾ പുറത്തു വരികയായി. വമിനൻ നഖ്ലി ഈത്തപ്പന മരത്തിൽ നിന്ന് നാം പുറത്തു കൊണ്ടുവരുന്നു മിൻ തൽഇഹ അതായത് അതിന്റെ കുലയിൽ നിന്ന്, അതിന്റെ കൊതുമ്പിൽ നിന്ന്, കുലയല്ല കൊതുമ്പ്, മിൻ തൽഇഹ അതായത് അതിന്റെ കൊതുമ്പിൽ നിന്ന് എന്താ കൊണ്ടുവരുന്നത്? ഖിൻവാനുൻ കുലകൾ, കതിരുകൾ, ദാനിയത്തും തൂങ്ങി നിൽക്കുന്ന, താഴോട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന, അടുത്ത് നിൽക്കുന്ന കുലകൾ നമ്മൾ ഈത്തപ്പന മരത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ കൊതുമ്പിൽ നിന്ന്. മിൻ തൽഇഹ അതായത് അതിന്റെ കൊതുമ്പിൽ നിന്ന് നാം കൊണ്ടുവരുന്നു. ഖിൻവാനുൻ
കുലകൾ, കതിരുകൾ, ദാനിയത്തുൻ തൂങ്ങി നിൽക്കുന്ന, വജന്നാത്തിൻ മിൻ അനാബിൻ മുന്തിരിത്തോട്ടങ്ങളും നാം ഉണ്ടാക്കുന്നു, വസൈത്തൂന വജന്നാത്തിൻ മിൻ അനാബ് മുന്തിരികളുടെ തോട്ടം, വസൈത്തൂന സൈത്തൂനും നമ്മൾ ഉണ്ടാക്കുന്നു, ഒലിവ്, വറുമ്മാൻ ഉറുമാൻ പഴവും റുമ്മാൻ നമ്മൾ ഉണ്ടാക്കുന്നു, ഒക്കെ നമ്മളാണ് സംവിധാനിച്ചത്. മുസ്തബിഹൻ ചിലത് പരസ്പരം സാദൃശ്യമുള്ളതുണ്ട്, വഗൈറ മുതശാബിഹിൻ പരസ്പരം സാദൃശ്യമില്ലാത്തതുമുണ്ട്. ആണ് ഒരർത്ഥം. അല്ലെങ്കിൽ ഒരർത്ഥം, ഇതിന് മറ്റൊരർത്ഥം പരസ്പരം സാദൃശ്യമുള്ളതും എന്നാൽ വ്യതിരിക്തവുമായ, കാണാൻ ചിലപ്പോൾ ഒരുപോലെയൊക്കെ പക്ഷേ ടേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായി. രണ്ട് നിലക്കുന്ന അർത്ഥം. ഇനി അല്ലാത്ത നമ്മൾ ആഹ്വാനം ചെയ്യുകയാണ് അതൊക്കെ ചിന്തിക്കാൻ. ഉള്ളുറു നിങ്ങൾ നോക്കൂ, ഇലാ സമരിഹി അത് കായ്ക്കണ സമയത്ത്, ഇതാ അസ്മറ ഉള്ളുറു ഇലാ സമരിഹി നിങ്ങൾ അതിന്റെ പഴങ്ങളിലേക്ക് നോക്കൂ, അതിന്റെ ഫലങ്ങളിലേക്ക് നോക്കൂ. ഇതാ അസ്മറ അത് കായ്ക്കുമ്പോൾ, അവകൾ കായ്ക്കുന്ന സമയത്ത് അതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നതെന്ന് നോക്കൂ നിങ്ങൾ. ഉള്ളുറു ഇലാ സമരിഹി ഇതാ അസ്മറ അത് കായ്ക്കണ സമയത്ത് അതിൽ പഴങ്ങൾ ഉണ്ടാകുന്നത് നോക്കൂ. വയൻഇഹി അത് പഴുത്തു പാകമാകുന്നതും ഒന്ന് നോക്കൂ. പഴങ്ങൾ ഉണ്ടാകുന്നതും വയൻഇഹി അത് പഴുത്ത് പാകമാകുന്നതും നിങ്ങൾ നോക്കൂ. ഇന്ന ഫീ ദാലികും തീർച്ചയായും അതിലൊക്കെയുണ്ട് ലആയാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട്, ലിഖൗമി യുഅ്മിനൂൻ സത്യം വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അതിലൊക്കെ ദൃഷ്ടാന്തങ്ങളുണ്ട്. നമ്മളൊക്കെ എപ്പോഴും കണ്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുന്ന നിത്യയാഥാർത്ഥ്യങ്ങളാണ് ഈ പറഞ്ഞത്. നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് മാത്രം നമുക്കതൊന്നും വലിയ അത്ഭുതങ്ങളായി തോന്നുന്നില്ല എന്ന് മാത്രം. വാസ്തവത്തിൽ അള്ളാഹുവിന്റെ ഔന്നത്യത്തെ, അള്ളാഹുവിന്റെ ഏകത്വത്തെ വിളിച്ചോതുന്ന വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ചിന്തിക്കുകയാണ്. ഇതെല്ലാം താനം ഉണ്ടാകുന്നതല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ വെറുതെ പറയണം താൻ ഉണ്ടാകുന്നതാണ്. അവരവരുടെ വാദം സമർപ്പിക്കാൻ വേണ്ടി താനുണ്ടായതാണ്, പരിണാമമാണ്, മറ്റേതാണ്, മറ്റേതൊക്കെ പറയാനല്ലാതെ ശരിയായി ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നത് താനം ഉണ്ടാവുന്നതല്ല. സർവജ്ഞനായ സർവശക്തനായ ലോകരക്ഷിതാവാണ് ഇതിന്റെ പിന്നിൽ. ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അള്ളാഹുവിന് മരണത്തിനു ശേഷം മനുഷ്യനെ പുനർജീവിപ്പിക്കാൻ തീർച്ചയായും കഴിയുമെന്ന് എല്ലാവർക്കും മനസ്സിലായിക്കോളൂ. പിന്നെന്തിനാ ആ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കുന്നത്? പിന്നെന്താണ് പുനർജന്മം, ബാഴ്ച ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത്? പലപ്പോഴും ഇത്തരം ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നത് വിശ്വസിക്കുന്ന ആളുകൾ മാത്രമാണ്. അല്ലാത്ത ആളുകൾക്ക് എത്ര വലിയ ദൃഷ്ടാന്തം കൊടുത്തിട്ടെന്താ, അതൊക്കെ തള്ളിക്കളയുകയാണ് അവരുടെ പതിവ്. അതുകൊണ്ടാണ് ഇന്ന ഫീ ദാലികും ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ എന്ന് അല്ലാഹു പറയുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്, വിത്തുകളിൽ നിന്ന് ഈ വിധം സസ്യങ്ങൾ ഉൽപ്പാദിപ്പിച്ച അള്ളാഹു മരിച്ചുപോയ ആളുകളെ പുനർജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് എന്ന് സത്യവിശ്വാസികൾ അംഗീകരിക്കും. ബാക്കിയുള്ളവർക്ക് ബന്ധം കൊടുക്കുന്ന കാര്യമല്ല. ചിന്തിക്കണം മനുഷ്യൻ, ചിന്തിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. മഴ വർഷിക്കുക വഴി കൃഷിയും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിച്ചു എന്ന് തന്നതാണ് ഈ ആയത്തിലെ പ്രമേയം. ആദ്യം പറഞ്ഞത് കൃഷിയുടെ കാര്യമാണ്. പിന്നീട് ആ കൃഷിയിൽ നിന്ന് തിങ്ങിയ ധാന്യമണികൾ അല്ലാഹു തആല പുറത്തു കൊണ്ടുവരുന്നു. ഗോതമ്പ്, ബാർലി, ചോളം, നെല്ല്, ഇങ്ങനെയുള്ള ധാന്യമണികളാണ് ഇവിടെ ഉദ്ദേശമെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മുഫസ്സിറുകൾ പറഞ്ഞു. അതിനുശേഷം അല്ലാഹു തആല പറഞ്ഞത് ഈത്തപ്പന, മുന്തിരി, ഒലീവ്, ഉറുമാൻ, ഇതാണ് പിന്നെ പറഞ്ഞത്. പ്രധാനമായ 4 തരം പഴങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എല്ലാ പഴങ്ങളും എന്നാണ് ഇവിടെ ഉദ്ദേശം. ഏറ്റവും പ്രധാന 4 പറഞ്ഞതിന് ബാക്കിയുള്ള കയ്യിൽ അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അപ്പൊ ഇതൊക്കെ ഈ പറയപ്പെട്ടത് അത്രയും മനുഷ്യ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് പ്രത്യേകമായി എടുത്തു പറഞ്ഞു. നമ്മളുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഭക്ഷണ സാധനങ്ങളെക്കുറിച്ചും പഴങ്ങളെക്കുറിച്ചും ചിന്തിക്കാൻ പറയുകയാണ് എന്നർത്ഥം. വിവിധ ഘട്ടങ്ങളും അതുപോലെ തന്നെ വിത്ത് ഇട്ട് അത് മുളക്കുന്നത് വരെ, പിന്നെ മുളച്ച് അത് കായ്ക്കനികൾ ഉണ്ടാകുന്നത് വരെ, പിന്നെ അത് പഴുത്ത് പാകമാവുന്നത് വരെ, അതിൻ്റെയൊക്കെ ഘട്ടങ്ങൾ വിവിധ ഘട്ടങ്ങളായി തന്നെ നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കണമെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ 100-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. സൂറത്തുൽ അൻആമിലെ 100-ാമത്തെ. അള്ളാഹുവിന്റെ ആസ്തിക്യത്തിനും അള്ളാഹു ഏകനാണ് എന്നതിനുമുള്ള ധാരാളം തെളിവുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് തെളിവുകൾ പറഞ്ഞു കൊടുത്തിട്ടും ആ തെളിവുകളൊക്കെ അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടും മറ്റുള്ള ആളുകളെ അള്ളാഹുമായി പങ്കുചേർക്കുകയും ബന്ധപ്പെടുത്താൻ പാടില്ലാത്ത കാര്യങ്ങൾ അള്ളാഹുമായി ബന്ധപ്പെടുത്തി പറയുകയും ചെയ്യുകയാണ് മുശ്രിക്കുകൾ. ഈ ധിക്കാരത്തെയാണ് അള്ളാഹു ആക്ഷേപിക്കുന്നത്.
എന്താ അവർ പറഞ്ഞെന്നറിയോ? ജിന്നുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഇതാണ് ജിന്നുകൾ അള്ളാഹിന്റെ സൃഷ്ടികൾ, എല്ലാവർക്കും അറിയാം. അള്ളാഹു സൃഷ്ടിച്ച ഒരു പടപ്പുകളാണ് ആര്? ജിന്നുകൾ. പക്ഷേ ഈ മുശ്രിക്കുകൾ എന്ത് പറഞ്ഞു? ജിന്നുകൾ അള്ളാഹുവിന്റെ ശുറക്ക ആണ്, പങ്കുകാരാണെന്ന് പറഞ്ഞു. അള്ളാഹിന്റെ സൃഷ്ടികളെ കുറിച്ച് അള്ളാഹിന്റെ പങ്കുകാരാണെന്ന് പറഞ്ഞു. ഇത്രയൊക്കെ തെളിവ് പറഞ്ഞിടത്തോളം നാം ചിന്തിക്കാൻ കഴിയുന്നില്ല. വീണ്ടും അവർ അള്ളാഹുമായി മറ്റുള്ള ആളുകളെ പങ്കു ചേർക്കുകയാണ്. അതുപോലെ തന്നെ മലക്കുകൾ അള്ളാഹുവിന്റെ പുത്രിമാരാണ് എന്ന് മക്ക മുശ്രിക്കുകൾ പറഞ്ഞു നടന്നു. മലക്കുകൾ അള്ളാഹിന്റെ പടപ്പുകളാണ്, പക്ഷെ അവർ പറഞ്ഞെന്താ? മലക്കുകൾ അള്ളാഹുവിന്റെ പെൺകുട്ടികളാണ്. ഉസൈർ എന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, സ്വാലിഹ മനുഷ്യനാണ്. പക്ഷെ ആ ഉസൈർ അള്ളാഹുവിന്റെ മകനാണ് എന്ന് യഹൂദികൾ പറഞ്ഞു നടന്നു. ഈസാ നബി അലൈഹി ഇസ്ലാം യേശു ക്രിസ്തു എന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അടിമയാണ്, മറിയം ബിയുടെ മകനാണ് അലൈഹിസ്സലാം. പക്ഷേ ക്രിസ്ത്യാനികൾ പറഞ്ഞു ദൈവപുത്രനാണ്. ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്മാർ വീണ്ടും ചെയ്യുന്നത്. ഈ ധിക്കാരത്തെ അല്ലാഹു ചോദ്യം ചെയ്യുകയാണ്. തികച്ചും ബുദ്ധിശൂന്യമായ ഇത്തരം വാദങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു പരിശുദ്ധനാണ് എന്നാണ് ഇനി അടുത്ത ആയത്തിൽ പറയുന്നത്. ഈ ശിർക്ക് വെച്ച് പുലർത്തുന്ന ജനങ്ങളും അവർ ദൈവമാക്കിയ വ്യക്തികളും അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സൃഷ്ടികൾ മാത്രമാണ്. താൻ സൃഷ്ടിച്ച ഒരു വസ്തു തന്റെ കൂടെ ദൈവമായി അവരോധിക്കപ്പെടുക എന്നത് എത്ര വലിയ അവിവേകമാണ്. അതുണ്ടാവുമോ? അല്പമെങ്കിലും തന്റെ ഇടമുള്ള ആളുകൾക്ക് അത് അംഗീകരിക്കാൻ കഴിയോ? ഇല്ലല്ലോ. ആയത്ത് നോക്കൂ, 100-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅലു ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും വഖറഖൂ ലഹും ബനീന വബനാതിൻ ബിഗൈരി ഇൽം സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ. വജഅലു ലില്ലാഹി, അവർ അല്ലാഹുവിന് ആക്കി, ശുറകാ പങ്കുകാരാക്കി. ആരെ? അൽ ജിന്ന, ജിന്നുകളെ. വജഅലു ലില്ലാഹി ശുറകാഅ അൽ ജിന്ന, അവർ അല്ലാഹുവിന് ജിന്നുകളെ പങ്കുകാരാക്കി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഏതവസ്ഥയിൽ? വഖലഖഹും, അല്ലാഹുവാണ് അവരെ പടച്ചത് എന്നിരിക്കെ. വഖലഖഹും, ആ ജിന്നുകളെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, എന്നിട്ടും അവർ ജിന്നുകളെ അല്ലാഹുവിന് പങ്കുകാരാക്കി. അതുപോലെ തന്നെ വഖറഖൂ ലഹു, അവർ ആരോപിക്കുകയും ചെയ്തു, അള്ളാഹുവിനെ ആരോപിക്കുകയും ചെയ്തു. ബനീന, ആൺമക്കളെ ആരോപിച്ചു. ബനാത്തിൻ, പെൺമക്കളെ ആരോപിച്ചു. ബിഗൈരി ഇൽമിൻ, ഒരു വിവരവുമില്ലാതെ, ഒരറിവുമില്ലാതെ അള്ളാഹുവിന് ആൺമക്കളുണ്ട് എന്നും പെൺമക്കളുണ്ട് എന്നും അവർ ആരോപിക്കുകയും ചെയ്തു. ഖറഖു എന്ന് പറഞ്ഞാൽ ആരോപിച്ചു. ലഹു, അള്ളാഹുവിന്, ബനീന, ആൺമക്കളുണ്ട് എന്നും ബനാത്തിൻ, പെൺമക്കളുണ്ട് എന്നും ബിഗൈരി ഇൽമിൻ, ഒരു വിവരവുമില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഉസൈർ എന്നവർ മകനാന്ന് പറഞ്ഞു, മലായിക്കത്ത് പെൺകുട്ടിയാണെന്ന് പറഞ്ഞു, അള്ളാഹിന്റെ ഈസാ നബി അലൈഹി സ്വലാം അള്ളാഹിന്റെ മകനാണെന്ന് പറഞ്ഞു. ഇതൊക്കെ സുബ്ഹാനഹു, അള്ളാഹു എത്ര പരിശുദ്ധനാണോ, തആല വളരെ മഹോന്നതനുമാണ്. അമ്മാ യസിഫൂൻ, അവർ ഈ പറയുന്നതിനെ കുറിച്ചൊക്കെ, ഈ പറയുന്നതിനെ തൊട്ടൊക്കെ, അവർ നൽകുന്ന വർണ്ണനയിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനും ഉന്നതനുമാകുന്നു. സുബ്ഹാനഹു, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. ആ പരിശുദ്ധി നമ്മൾ വാഴ്ത്തുകയാണ്. വതആല, അവൻ ഉന്നതനുമാണ്, ഉന്നതനുമായിരിക്കുന്നു. അമ്മാ യസിഫൂൻ, അവരിങ്ങനെ പറയുന്നതിൽ നിന്നൊക്കെ, ഇത്തരം വർണ്ണനകളിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്. വജഅലു ലില്ലാഹി ശുറകാഅൽ ജിന്ന വഖലഖഹും, അവരെത്രത്തോളം എന്ന് പറഞ്ഞാലേ, ജിന്നുകളിലെ നേതാക്കളായ ചിലരുടെ പെൺമക്കളെ അള്ളാഹു കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് വരെ വിശ്വസിച്ചിരുന്നതാണ്. ഖുസാഅ ഗോത്രക്കാർ അങ്ങനെ വിശ്വസിച്ചിരുന്നത്. ഇങ്ങനെ ജിന്നുകളിൽ നേതാക്കൾ ഉണ്ടാവില്ല, ഓലെ ചില ആൾക്കാരെ പെൺമക്കൾ അള്ളാഹു കല്യാണം കഴിച്ചിട്ടുണ്ട്. ഖുസാഅ ഗോത്രക്കാരും കിനാന ഗോത്രക്കാരും അങ്ങനെ വിശ്വസിച്ചിരുന്നു. അതേപോലെ ജിന്നുവർഗവും അള്ളാഹും തമ്മിൽ കല്യാണബദ്ധമുണ്ട് എന്ന് യഹൂദരും പറഞ്ഞിരുന്നു എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട്. ജൂതന്മാരും അങ്ങനെ പറഞ്ഞിരുന്നു, അള്ളയും ജിന്നുകൾ തമ്മിൽ കല്യാണ ബന്ധമുണ്ട്. സുബ്ഹാനഹു വതആല അമ്മാ യസിഫൂൻ. സൂറത്ത് സാഫാത്തിൽ 158 ആവശ്യം അല്ലാഹു തആല പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വജഅലു ബൈനഹു വബൈനൽ ജിന്നതി നസബൻ, അള്ളാഹുവിന്റെയും ജിന്നുവർഗത്തിന്റെയും ഇടയിൽ അവർ ഒരു കുടുംബ ബന്ധം ഏർപ്പെടുത്തി. അള്ളാഹും അവരും തമ്മിൽ ബന്ധമുണ്ട്. അതേപോലെ തന്നെ വേറെയും പല ദുരാരോപണങ്ങളും നടത്തിയ ആളുകൾ കൂട്ടത്തിലുണ്ട്. നന്മയുടെയും തിന്മയുടെയും രണ്ട് ദൈവങ്ങൾ ഉണ്ട്, സഹോദരങ്ങളായ രണ്ട് ദൈവങ്ങളുണ്ട്. ഒന്ന് നന്മയുടേതും മറ്റൊന്ന് തിന്മയുടേതും. അതിൽ നന്മയുടെ ദൈവമാണ് അള്ളാഹു എന്നും മറ്റേത് പിശാചാണ് എന്നും വിശ്വസിക്കുന്ന ചിലരും പറയുന്ന ചിലരും ഉണ്ടായിരുന്നു. ഇതും അള്ളാഹുമായി പങ്കുചേർക്കുക.
ഇതൊക്കെ അള്ളാഹുവിന്റെ അധികാര അവകാശങ്ങളിലും അവന്റെ ഗുണമഹാത്മ്യങ്ങളിലും അള്ളാഹുവിന് പങ്കുകാരെ ഉണ്ടാക്കാനാണ് ഈ പറഞ്ഞതൊക്കെ. അള്ളാഹു ആവട്ടെ ഈ പറയപ്പെട്ട സങ്കല്പങ്ങളിൽ നിന്നെല്ലാം, വർണ്ണനകളിൽ നിന്നെല്ലാം തികച്ചും പരിശുദ്ധനാണ്, ഉന്നതനാണ്. സുബ്ഹാനഹു വ തആല അമ്മാ യസ്ഫൂൻ. 101-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ ആയത്തിൽ ബഹുദൈവ വിശ്വാസികൾ ജിന്നുകളെ അള്ളാഹുവിന് പങ്കുകാരാക്കിയതിനെയും അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് വാദിച്ചതിനെയും കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവന് പങ്കുകാരേ ഉണ്ടാവാൻ പാടില്ല, അതിന് യാതൊരു നിർവാഹവുമില്ല എന്ന് മനസ്സിലാക്കി തരാൻ കുറെ ദൃഷ്ടാന്തങ്ങളും തൊട്ട് മുമ്പ് അള്ളാഹു തആല പറഞ്ഞു. അതുകൊണ്ട് ജിന്നുകളെ പങ്കാളിയാക്കിയതിനെ സംബന്ധിച്ച് വിശേഷിച്ചിന് തെളിവുകൾ പറയേണ്ട കാര്യമില്ല. പിന്നെയുള്ളത് അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞ വാദം, അതാണ്. അതിനെക്കുറിച്ചാണ് 101-ൽ അള്ളാഹു തആല പറയുന്നത്. അള്ളാഹുവിനൊരു പങ്കുകാരി ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞത്, പിന്നെ ജിന്നുകൾ അള്ളാഹുവിന്റെ പങ്കുകാരെന്ന് പറഞ്ഞത് ഇങ്ങനെ കുറിച്ച് കൂടുതൽ പറയല്ല, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, തെറ്റാണ്. ഇനി മക്കളുണ്ട് എന്ന വാദം, അതിനെക്കുറിച്ചാണ് അള്ളാഹു തആല അടുത്ത ആയത്തിൽ വിശദീകരിക്കുന്നത്. അള്ളാഹുവിന് മക്കളുണ്ടായിരിക്കുക എന്നതും സംഭവിക്കാൻ പാടില്ല. ശുറക്കാ ശരീക്കുണ്ടാവുക എന്ന് സംഭവിക്കാൻ പാടില്ല എല്ലാവർക്കും ഉറപ്പാണ്. അള്ളാഹു ഏകനാണ്. അതേപോലെ തന്നെയാണ് മക്കളും ഉണ്ടാവാൻ പാടില്ല. അതിന് ചില കാരണങ്ങൾ ഇനി നമ്മൾ പഠിക്കുന്ന ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുകയാണ്. ഒന്ന്, ആകാശഭൂമികളെ മുഴുവനും, ഈ പ്രപഞ്ചത്തെ മുഴുവനും മുൻ മാതൃകയില്ലാതെ പുതുതായി പടച്ചുണ്ടാക്കിയവനാണ് അള്ളാഹു. എന്നിരിക്കെ അതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിനെ അവന്റെ സന്താനമായി സങ്കല്പിക്കുന്നത് എങ്ങനെയാണ്? സന്താനത്തെ മുൻമാതൃകയില്ലാതെ പുതിയതായി നിർമ്മിച്ചുണ്ടാക്കുകയല്ലല്ലോ ചെയ്യുക. അപ്പൊ വാദം പൊളിഞ്ഞില്ല. 2, അള്ളാഹുവിനൊരു സന്താനം ഉണ്ടാകണമെങ്കിൽ അവനൊരു സഹധർമ്മിണി, ഒരു ഭാര്യ വേണ്ടേ? അതായത് ഒരു മാതാവ് ഉണ്ടാവണ്ടേ? അള്ളാഹുവിന് അങ്ങനെ ഒരു സഹധർമ്മിണിയേ ഇല്ല, അങ്ങനെ ഉള്ളതായി മുശ്രിക്കുകളും പറയുന്നില്ല. എന്നിരിക്കെ അവന് സന്താനമുണ്ട് എന്ന് പറയുന്നത് എന്താണ് അർത്ഥം? 3, ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആ സൃഷ്ടി എങ്ങനെ അള്ളാഹുവിന്റെ സന്താനമായി മാറും? അള്ളാഹിന്റെ സൃഷ്ടിയല്ല, അതെങ്ങനെ സന്താനം എന്ന് പറയാം? 4, എല്ലാ വസ്തുക്കളെ കുറിച്ചും സൂക്ഷ്മമായും വിസ്തരിച്ചും അറിയുന്നവനാണ് അള്ളാഹു തആല. അപ്പൊ പിന്നെ അവനറിയാതെ അവനെങ്ങനെയാണ് സന്താനം ഉണ്ടാവുക? എങ്ങനെയാണ് അവന് മക്കൾ ഉണ്ടാവുക? അവന് മക്കൾ ഉണ്ടാവുക എന്നിട്ട് അവൻ അറിയാതിരിക്കുകയും ചെയ്യുക, ഇതൊരിക്കലും സംഭവ്യമല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ പറയുന്ന വാദവും തെറ്റാണ്. അള്ളാഹു മക്കൾ ഉണ്ടായിരിക്കുന്ന നിർവാഹമില്ല. നോക്കൂ 101-ാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബദീഉസ് സമാവാതി വൽ അർദ് അന്നാ യകൂനു ലഹു വലദുൻ വലം തകുൻ ലഹു സാഹിബ വഖലഖ കുല്ല ശൈഇൻ വഹുവ ബികുല്ലി ശൈഇൻ അലീം. ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ നിർമ്മിച്ചവനാണവൻ. ആകാശഭൂമികൾ എന്ന് പറഞ്ഞാൽ സർവ്വപ്രപഞ്ചവും, ദ ഹോൾ യൂണിവേഴ്സ്. ബദിയ എന്ന് പറഞ്ഞാൽ മുൻ മാതൃക ഇല്ലാതെ ഒരു സംഗതി ഉണ്ടാക്കുന്നതിനാണ് ഉണ്ടാക്കുന്നവനാണ് ബദിയ എന്ന് പറയും. അന്നായകുനു ലഹു വലദുൻ, എങ്ങനെയാണ് അള്ളാഹുവിന് കുട്ടി ഉണ്ടാവുക? വലം തകുൻ ലഹു സാഹിബ, അവനൊരു സഹധർമ്മിണി ഇല്ലാതിരിക്കെ ഒരു സാഹിബത്ത് വേണ്ടേ കുട്ടി ഉണ്ടാവാൻ? അതല്ലേ പ്രാപഞ്ചിക നിയമം. അന്ന, എങ്ങനെയാണ് യകൂനു ലഹു അള്ളാഹുവിന് ഉണ്ടാവുക, വലദുൻ കുട്ടി ഉണ്ടാവുക, വലം യകുൻ ലഹു അവൻ ഇല്ലാതിരിക്കെ, വലം തകുൻ ലഹു അവൻ ഇല്ലാതിരിക്കെ സാഹിബ ഒരു സഹധർമ്മിണി, വലം തകുൻ ലഹു സാഹിബ അവനൊരു സഹധർമ്മിണി ഇല്ലാതിരിക്കെ എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുക? അതേപോലെ തന്നെ ഖലഖ കുല്ല ശൈഇൻ, എല്ലാറ്റിനെയും പടച്ചത് അവനാണ്. പിന്നെ എങ്ങനെയാണ് അവൻ പടച്ച ഒരു സാധനം അവന്റെ മക്കളാവുക, അവന്റെ മകനാവുക അല്ലെ മക്കളാവുക? വഹുവ ബികുല്ലി ശൈഇൻ അലീം, എല്ലാ വസ്തുക്കളെ കുറിച്ചും സൂക്ഷ്മജ്ഞാനിയാണ് അവൻ, അറിയുന്നവനാണ് അവൻ. എന്നിട്ട് എങ്ങനെയാണ് അവന് മക്കളുണ്ടാകുക, എന്നിട്ട് അവനത് അറിയാതിരിക്കുക? എങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞ ആ അള്ളാഹുവിന് മക്കളുണ്ട് എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലാതെ ബുദ്ധിശൂന്യമാണ്, വിവേകശൂന്യമാണ് സമർപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ വിശദീകരിച്ചു. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതും സ്വാലിഹായ അമലായി ഖബൂലാക്കണേ അല്ലാഹ്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഇഖ്ലാസോടുകൂടി നല്ല നിയ്യത്തോടുകൂടി നിന്റെ ദീനിനെ ഇൽമിനെ ഖുർആനെ ഖിദ്മത്ത് ചെയ്യാൻ അവസരം നൽകണേ അല്ലാഹ്. ദീർഘായുസ്സും ആഫിയത്തും നല്ല അമലുകൾക്ക് തൗഫീഖും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്ക് ബന്ധപ്പെട്ടവർക്കും പുറത്തു കൊടുക്കണം റഹ്മാനെ. ഞങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ആഖിറത്ത് നന്നാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മനസ്സ് നന്നാക്കണേ, സ്വഭാവം നന്നാക്കണേ തമ്പുരാനെ.
اللهم اغفر لنا وارحمنا ولوالدنا رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما، ولا تجعل اللهم فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. من الله الدعاء سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.